ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുക്കാം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ചെറുതായിട്ട് നല്ല അരിഞ്ഞ സബോള നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ഒന്ന് ഗോൾഡൻ കളറായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂന്നായിട്ടാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത് മറ്റേ സബോള വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മളിവിടെ എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ളം 1.5 കിലോ അരിയാണ്, ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് മൂടി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം, അതായത് നമ്മൾ ഗ്ലാസ്സിൽ അളന്നെടുക്കണം. ഇത് 16 ഗ്ലാസ് വെള്ളമാണ്, അരിയുടെ ഇരട്ടി വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടി ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സബോളയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ബിരിയാണി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ റൈസ് ഇട്ട് കൊടുക്കാവുള്ളൂ. വെള്ളം തിളച്ചിട്ട് അത് തിളയ്ക്കുന്നോടം വരെ. അപ്പോൾ ബാക്കിയുള്ള പണി എന്ന് വെച്ചാൽ നമ്മളൊരു നേരത്തെ ഓയിൽ മിക്സ് ഉണ്ടല്ലോ, ആ ഓയിലിൽ തന്നെ നമ്മൾ കശുവണ്ടിയും മുന്തിരിയും ഉണക്കമുന്തിരിയും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അങ്ങനെ പറയുന്ന കേട്ടോ ഞങ്ങളിവിടെ. വരട്ടിയെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ആദ്യം വെള്ളം ചൂടായി നന്നായിട്ട് തിളച്ച് വരുന്നോടം വരെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു. അപ്പം അതെ, വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റൈസ് അതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. മുഴുവൻ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. പിന്നെ അതിൽ നമ്മൾ ബിരിയാണി റൈസ് ഇലകളൊക്കെ, ബിരിയാണി ഇല എന്നാ പറയുന്നത്, ആ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കുക്കർ എടുക്കണം കേട്ടോ. 2 കുക്കറാകും മൊത്തം വേണം. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന്റെ കൂട്ടിൽ നിന്ന് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് അരച്ചതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ എത്ര അളവ് വേണ്ടതൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. 1.5 കിലോയ്ക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. 1.5 കിലോ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിലും നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ഇതിനു ശേഷം നമ്മൾ തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ അരപ്പാണ്, ഇതാണ് കേട്ടോ മെയിന്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച പേസ്റ്റ്, ഒരു 4 തക്കാളി ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കുക്കറിലിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം 2 മിനിറ്റ് വെന്ത് വരും. അപ്പം നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. റൈസ് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് മൂടി വെക്കണേ. എന്നിട്ടൊരു 7 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് ഇത് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ആവശ്യത്തിന് കേട്ടോ. ഒരു അളവ് പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി ഒരു 1 ടീസ്പൂൺ, എരിവിന് സാധാ നമ്മുടെ ചില്ലി അത് 1/4 ടീസ്പൂൺ കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു
1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഗരം മസാല പറയാൻ വിട്ടുപോയി, അതാണ് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞു പോയത്. അപ്പോൾ നന്നായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ, ഇത് 1 കിലോ ചെമ്മീനാണ് കേട്ടോ. ആ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവുന്നോടം വരെ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന റൈസ് ദമ്മ് ചെയ്ത് ആ ഫ്ലെയിമിൽ ഈ നമ്മുടെ ചെമ്മീൻ വെന്ത് കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച്. ഒരു 2 മിനിറ്റ് ഒന്ന് വേവാൻ, ചെമ്മീൻ വേവാൻ വേണ്ടി 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ പാകമായി വന്നിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് പുതിനയിലയും മല്ലിയിലയും ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് റൈസ് ഇടുന്നതിന് മുമ്പാട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ദമ്മ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു 3 ലെയറായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ചെമ്മീൻ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സബോള ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുന്നു. റൈസ് കുറച്ച് ഒരു ലെയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ, 2ാമത്തെ ലെയർ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ 3ാമത്തെ ഒരു ലെയറും കൂടി ഇട്ട് ഒരു എത്ര നേരം ദമ്മിലിരിക്കുന്നോ അപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ്റെ ഫ്ലേവർ നമ്മുടെ ഈ ബിരിയാണിയിൽ കയറും. എത്ര നേരം കൂടുതലിരിക്കുന്നോ അതാണ് ഇതിൻ്റെ കണക്ക്. അങ്ങനെ അപ്പോൾ കൂടുതൽ നേരം ഇരിക്കുന്നതോറും സ്വാദ് കൂടും എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ്, നല്ല ടേസ്റ്റൊക്കെയാണ് കഴിച്ചപ്പോൾ കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂർ ഒക്കെ ഇരിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ അണ്ടിപ്പരിപ്പും ഏറ്റവും ടോപ്പിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ആദ്യം തന്നെ വറുത്ത് ഒരു വരിച്ച സാധനങ്ങളാണ്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഈ നേരെ ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യ് ഇട്ട് വെച്ച് ഒരു 10-15 ഇത് വെന്ത് വരാനുള്ള ഒരു 15 മിനിറ്റത്തേക്ക് സ്ലിമ്മിലിട്ട് നമ്മൾ വെച്ചു. എന്നിട്ട് റെസ്റ്റ് ചെയ്തത് 3/4 മണിക്കൂർ. 15 മിനിറ്റ് തീ കത്തിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്ത് വെച്ചു. അത് നേരെ നമ്മളൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് അതിൽ നിന്ന് മിക്സ് ചെയ്തെടുത്തു. ഏറ്റവും അടിയിലായിരിക്കും നമ്മുടെ ചെമ്മീനും കാര്യങ്ങളൊക്കെ കിടന്നിരുന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാം. നല്ല സ്വാദുള്ള 1-ാം ചെമ്മീൻ ബിരിയാണിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.